എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു മാങ്ങ ഇടാൻ പോവാണ്. ഞാൻ മാങ്ങ ഇങ്ങനെ വെട്ടിക്കയറി ഒരു വെയിൽ കൊള്ളിച്ചതാണ്. ഇത് തുണിക്കകത്തിട്ട് വെയിൽ കൊള്ളിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇത് ചെയ്തത് ഒരു 2-3 ടേബിൾ സ്പൂൺ കടുക്, ഒരു 3 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ സാദാ ജീരകം, പിന്നെ ഒരു 10-15 വറ്റൽമുളക്, അത് കഴിഞ്ഞിട്ട് ഉലുവ ഒരു 2 ടീസ്പൂൺ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി. മുളക് പൊടി നമ്മുടെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കുക. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തു. അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാങ്ങായെടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് അതിന് മുന്നേ ആ സമയത്ത് ഞാൻ കടുകെണ്ണയിലാണ് ചെയ്യുന്നത്. ചിലർക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ കടുകെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതിനകത്ത് ഈ മസാലയും കൂടെ ചേർത്താണ് നമ്മൾ ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ എള്ളെണ്ണയല്ല, കടുകെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി വെച്ചു. കടുകെണ്ണ കുറച്ചും കൂടെ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാനതെടുത്ത് ഒന്നുകൂടെ ചൂടാക്കി ഒഴിച്ചു വെക്കും. കാരണം ഇത് നികയ്ക്കാൻ നമുക്ക് കടുകെണ്ണ വേണം. ഇത് എയർ ടൈറ്റ് ആക്കി ഇങ്ങനെ അടച്ച് നന്നായിട്ട് വെക്കണം. ഇത് വർഷങ്ങളോളം ഇത് കേടാകാതെ ഇരിക്കും. ഇതൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു മാംഗോ പിക്കിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ ഒക്കെ കൂടെ വെജിറ്റേറിയൻകാർക്കൊക്കെ ഏറ്റവും നല്ലൊരു അച്ചാറാണ്. അപ്പം ഇത് വർഷങ്ങളോളം ഇത് കേടാകാതിരിക്കും ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.